ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. പണ്ടൊക്കെ വീട്ടിൽ സൽക്കാരം അല്ലെങ്കിൽ വിരുന്ന് പോകുമ്പോഴൊക്കെ ഈ ഒരു പുഡിങ്ങാണ് ചെയ്യാറ്. നമ്മളിതിനെ മുട്ടയും പാലും ഉറപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അതേപോലെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് മധുരമാണ്. അതേപോലെ ഒരു 4 ഏലക്കായും 1 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു അലൂമിനിയം ടിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയും സൈഡിലൊക്കെ നെയ്യ് വെച്ചൊന്ന് തടിയ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതിലും ബേക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അടിയിലൊരു തട്ടും കൂടി വെച്ച് ഈ ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിതൊരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഹോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതൊരു മൂടി വെച്ച് കവർ ചെയ്താലും മതി. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ് ആയപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി വെച്ചപ്പോൾ കറക്റ്റ് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂട് മാറുന്നത് വരെ ഈ ടിന്നിൽ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ ചൂട് നന്നായി മാറിയ ശേഷം മാത്രം ഇത് ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ചൂടൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഒന്നുകൂടി സൈഡൊക്കെ ഒന്ന് ഇളക്കിയിടാം. അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഇത് ചൂടോടെ വേണേൽ കഴിക്കാം. പക്ഷെ ഞാനിത് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ സൈഡിലൊക്കെ കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.